നമസ്കാരം. മധ്യപൂർവേഷ്യയിലെ സംഘർഷം പുതിയ ഭീകര തലത്തിലേക്ക് കുതിക്കുമ്പോൾ ഇറാന്റെ നീക്കങ്ങൾ ഇനി പ്രതിരോധപരമല്ല, പ്രത്യക്ഷമായ ആക്രമണങ്ങളിലൂടെ ശക്തി തെളിയിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് അത് മാറിയിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ഹൃദയഭാഗത്തേക്ക് തന്നെ ലക്ഷ്യമിട്ട് നടത്തുന്ന കൃത്യമായ ഇറാന്റെ ആക്രമണങ്ങൾ ഈ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയതായി ഇസ്രായേലിന്റെ പെറ്റാ പ്രവർത്തിച്ചിരുന്ന പ്രധാനപ്പെട്ട ഡ്രോൺ നിർമ്മാണ കേന്ദ്രം ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ തകർന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഇത് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനത്തിന് നേരിട്ടുള്ള വെല്ലുവിളിയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇസ്രായേലിന്റെ ആധുനിക യുദ്ധശേഷിയുടെ മുഖ്യ അടിസ്ഥാനം തന്നെയാണ് ഡ്രോൺ സാങ്കേതികവിദ്യ. നിരീക്ഷണം മുതൽ കൃത്യമായ ആക്രമണങ്ങൾ വരെ ഇസ്രായേൽ ഏറെ ആശ്രയിക്കുന്ന ഈ മേഖലയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം ഇറാൻ യുദ്ധത്തിന്റെ നാടി പിടിച്ചെടുത്തുവെന്ന സൂചന നൽകുകയാണ്. നിർമ്മാണ കേന്ദ്രത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചുവെന്ന റിപ്പോർട്ടുകൾ ഇസ്രായേലിന്റെ പ്രതിരോധ ഉൽപാദന ശൃംഖലയ്ക്ക് വലിയ തിരിച്ചടിയാകും. എയറോസോൾ ഏവിയേഷൻ സൊല്യൂഷൻസ് നടത്തുന്ന ഈ കേന്ദ്രമാണ് ആക്രമിക്കപ്പെട്ടത്. കെട്ടിടത്തിന് വലിയ നാശനഷ്ടം സംഭവിച്ചതായി എനറ്റ് ന്യൂസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. കേടുപാടുകൾ കാരണം അവിടെ പ്രവർത്തനം പുനരാരംഭിക്കാൻ കഴിയില്ല എന്നും പുനർനിർമ്മാണം പോലും അസാധ്യമാണെന്നും കമ്പനി അധികൃതർ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേൽ സൈന്യം ഉപയോഗിക്കുന്ന പൈലറ്റ് ഹെൽമെറ്റുകൾ, ബോംബ് ഘടകങ്ങൾ, ഡ്രോണുകൾ എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന ഉപകരണങ്ങൾ എയറോസോൾ ഇസ്രായേലിന്റെ പ്രതിരോധ മേഖലയിലേക്ക് നൽകുന്നുണ്ട്. യന്ത്രങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, ഓഫീസ് എന്നിവയ്ക്ക് ആക്രമണം വലിയ നാശനഷ്ടം വരുത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്ലാന്റ് പൂർണ്ണമായും നശിച്ചതായാണ് വിവരം. റിപ്പോർട്ടുകൾ അനുസരിച്ച് മിസൈൽ ഫാക്ടറിയുടെ ചുറ്റുമതിലിന് സമീപമാണ് പതിച്ചത്. ഇത് വലിയ ഗർത്തത്തിനും വിസ്തൃതമായ ആഘാതത്തിനും കാരണമായി. ഇറാനും ഇസ്രായേലും തമ്മിൽ തുടരുന്ന വ്യാപകമായ സംഘർഷത്തിന്റെ ഭാഗമായാണ് ഈ ആക്രമണം വിലയിരുത്തപ്പെടുന്നത്. വാലോറക്സ് എന്ന കമ്പനിയുടെ ഏകദേശം 35 ദശലക്ഷം ഷെക്കലിന് ഈ കമ്പനിയെ ഏറ്റെടുത്തതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം അരങ്ങേറിയത്. ഫാക്ടറി മനഃപൂർവ്വം ലക്ഷ്യമിട്ടതായിരിക്കാമെന്ന് കമ്പനിയുടെ സിഇഒ ഇസ്രായേൽ വാസർലോഫ് സൂചിപ്പിച്ചു. നാശനഷ്ടങ്ങൾ പൂർണ്ണമാണെന്നും വാർലോഫ് പറഞ്ഞു. സ്ഫോടനം കെട്ടിടത്തെ തകർക്കുകയും വലിയ നാശനഷ്ടം വരുത്തുകയും ചെയ്തു. ചില ഉപകരണങ്ങൾ, ഡേറ്റ, ഉൽപാദന ഫയലുകൾ, ചില ഡ്രോണുകൾ എന്നിവ വീണ്ടെടുക്കാനായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫാക്ടറി പൂർണ്ണമായും പൊളിച്ചു മാറ്റേണ്ടി വരുമെന്നാണ് സൂചന. വാലോറക്സിന്റെ പിന്തുണയുള്ള കമ്പനി ഇപ്പോൾ പ്രവർത്തനങ്ങൾ മറ്റൊരിടത്തേക്ക് മാറ്റി പുനർനിർമ്മിക്കാൻ ശ്രമിക്കുകയാണ് എന്നും വിവരമുണ്ട്. ഇസ്രായേൽ സൈന്യത്തിനുള്ള വിതരണ തടസ്സങ്ങൾ താൽക്കാലികമായിരിക്കുമെന്ന് വാർലോഫ് പറഞ്ഞു. ഒരാഴ്ചയ്ക്കുള്ളിൽ ബദൽ സൗകര്യങ്ങളിലൂടെയോ പ്രതിരോധ പങ്കാളികളുമായി സഹകരിച്ചോ പ്രധാന ഉൽപാദന ലൈനുകൾ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏകദേശം 15 ദശലക്ഷം ഷെക്കലിന്റെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. ഇതിൽ സമീപകാല നിക്ഷേപങ്ങൾ, ഉപകരണങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ എന്നിവ ഉൾപ്പെടുന്നു. ഇതിനൊപ്പം ഇസ്രായേൽ അജയ്യമാണ് എന്ന ധാരണയ്ക്കും ഈ ആക്രമണം വലിയ അടിയാവുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളിലൂടെ എല്ലാ ഭീഷണികളെയും തരണം ചെയ്യാമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു ഇസ്രായേൽ. എന്നാൽ ഇപ്പോൾ ഇറാന്റെ കൃത്യവും ശക്തവുമായ ആക്രമണങ്ങൾ ആ പ്രതിരോധ കവചത്തിൽ വിള്ളലുകൾ സൃഷ്ടിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. യുദ്ധഭൂമിയിൽ ഇറാൻ കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണ്. അതേസമയം ഇസ്രായേൽ പ്രതിരോധ നിലപാടിലേക്ക് തള്ളപ്പെടുന്നുവെന്ന ഭയം ഉയരുകയും ചെയ്യുന്നുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ ഈ ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ സൈനിക തന്ത്രങ്ങളിലും പ്രതിരോധ നയങ്ങളിലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമോ എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഇപ്പോൾ ഉയർന്ന ഏറ്റവും വലിയ ചോദ്യം, ഇത് തുടക്കം മാത്രമോ? ഇറാന്റെ ആക്രമണ ശക്തി ഇനിയും വ്യാപിക്കാനുണ്ടോ? ഇസ്രായേൽ തിരിച്ചടിക്കുമോ? അതോ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് ഇത് നീങ്ങുമോ? മധ്യപൂർവേഷ്യയിലെ ശക്തി സമത്വം തന്നെ പുനർനിർവചിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ലോകം കടന്നു പോകുന്നത് എന്ന് എന്തായാലും ഉറപ്പാണ്.